നമസ്കാരം പറയും സ്നേഹിതരെ, NR ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ്. ഇപ്പോൾ ബാംഗ്ലൂർ കാഴ്ചകളിലേക്ക്. അങ്ങനെ അവസാനം നമ്മുടെ ബസ് വന്നെത്തിയിരിക്കുകയാണ്. ഇത് തന്നെ ഇതാണ് നമ്മുടെ വണ്ടി. സീറ്റ് നമ്പർ 112. ഇപ്പോൾ നമ്മളങ്ങനെ ബസ്സിലോട്ട് കയറുവാണ്. അങ്ങനെ പോട്ടാ. ഓക്കെ, ചെന്നിട്ട് വിളിക്കാം കേട്ടോ. അവിടെ കയറിക്കോ ജസ്റ്റ് കയറി. ഇപ്പം ഈ നമ്മൾ കാണുന്നതാണ് കേരള കർണാടക ബോർഡർ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ റീച്ചായി. ബാംഗ്ലൂർ സിറ്റിൻ്റെ ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്തിയിട്ടുള്ളൂ. ശരിക്കും അതേപോലെ വേറൊരു കാര്യം, അതായത് ബാംഗ്ലൂരിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടുള്ളൂ. എന്തൊരു ഫാസ്റ്റാണെന്നറിയാം. 10 വർഷം മുമ്പ് ഞാനിവിടുന്ന് പോയപ്പോഴത്തേയുള്ള ഒരു സെറ്റപ്പേ അല്ല. ഇപ്പം ഏകദേശം നേരം വെളുത്തു, റോഡിൽ ട്രാഫിക് ആകുന്നു. ഇതിപ്പോൾ PH ആയി. അങ്ങനെ ബസ് ഓടി നമ്മൾ ബാംഗ്ലൂർ നഗര ഹൃദയത്തിൽ എത്തുകയാണ്. ബാംഗ്ലൂർ സിറ്റി ഓൾറെഡി അറിയപ്പെടുന്ന ഗാർഡൻ സിറ്റി എന്നാണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് മരങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് സിറ്റി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ നഗരഹൃദയമായ മെജസ്റ്റിക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇനി ഇതിനകത്ത് പർപ്പിൾ ലൈൻ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വൈറ്റ് ഫീൽഡ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമുക്ക് പോകാനുള്ള മെട്രോ വന്നിട്ടുണ്ട്. വൈറ്റ് ഫീൽഡിലേക്കുള്ള പർപ്പിൾ ലൈൻ നമ്മൾ കയറുവാണ്. ജസ്റ്റിനെ കയറിക്കോ, എവിടെയെങ്കിലും പോയിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ മെട്രോയിൽ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ബാംഗ്ലൂർ മെട്രോ എന്നുള്ള കാഴ്ചയും കണ്ടു നിൽക്കുക. അതല്ല, സ്റ്റേഷനെത്തി. നെക്സ്റ്റ് സ്റ്റേഷൻ. നമ്മൾ ആ ക്യാബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലത്തെ മൾട്ടിനാഷണൽ കമ്പനികളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ ബാംഗ്ലൂർ വാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്ന ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സിന് നമ്മൾ പോകുന്നത്. ഈ ബസ്സിന് കർണാടക സ്റ്റേറ്റിൻ്റെ വണ്ടിക്ക് നമ്മളിങ്ങോട്ട് വന്നതും തിരിച്ച് പോകുന്നതും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ഹൈദരാബാദ് സ്ലീപ്പ് ലൈക്ക് എ ബേബി. അങ്ങനെ നമ്മൾ പോകുന്ന ബസ്സിൽ ഓൾറെഡി അഡോണിയും ജെസിനെയും കയറിയിരിക്കുന്നുണ്ട്. ഇത് അഡോണി. എന്താ അഡോണി? ബസ്സിലേക്ക് അങ്ങനെ കയറുകയാണ്. അഡോണിയും ജെസിനും ഓൾറെഡി ബസ്സിൽ കയറി. എന്തൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്താ പരിപാടി? എവിടെ പോകുന്നത്? നമ്മൾ നാട്ടിൽ പോകണോ? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയുള്ളൂ. സീറ്റിൽ ആൾക്കാരൊന്നും വന്നിട്ടില്ല. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ സീറ്റിൽ കുറച്ച് തിരക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. കർണാടക ആ സീറ്റിലെ ബസ് ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാത്രിയിലുള്ള യാത്രയാണ്. ബാംഗ്ലൂർ ടൗൺ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹൈവേയുടെ അതിവിശാലമായ കാഴ്ചകളുണ്ട്. ഇപ്പം നമുക്ക് അത്രയ്ക്ക് വിശാലമായ കാഴ്ചകളില്ല. അതുപോലെ മൈസൂർ ബാംഗ്ലൂർ ഹൈവേൻ്റെ സൈഡിൽ കൂടെ തന്നെ ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ ട്രെയിനും കൂടെ പോകുന്നത് ഞങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ കെങ്കേന്ന് ആൾക്കാർ കയറാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ പിന്നെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ ഓപ്പോസിറ്റ് വണ്ടികളുടെ മറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ടർണിട്ടാക്കുന്നത്. അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. ഇതിൽ കൂടി ശരിക്കും കാറൊക്കെ എടുത്ത് വേണം ചവിട്ടി പറപ്പിക്കണം. വണ്ടി ഡോൺ ബോസ്കോ സ്കൂളൊക്കെ ഇല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ റോഡിൻ്റെ മേലെയായിട്ട് കണ്ടോണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവർ വന്നേ പിന്നെ അതൊക്കെ അങ്ങ് താഴെ എത്തിയ പോലെ തോന്നുന്നു. നമ്മളങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ബസ്സിൽ പറക്കുകയാണ് ഹൈവേയിൽ കൂടെ. തൃശ്ശൂരെത്തി.
ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയാണ്. ഓ, രാത്രി ബസ്സുകൾ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് മൈസൂർ. നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പിന്നെ നമ്മുടെ വണ്ടി എല്ലാം ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ജസീനയ്ക്ക് പേടി, എന്നെ കള്ളം കൊണ്ടുവന്നു. ജസീന ആ കട്ടണൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കും. ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ സീറ്റിലിരിക്കാൻ സ്ഥലമില്ലാത്ത ആൾ നിലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെയുണ്ട്. എൻ്റെ ദൈവം എന്താ അവസ്ഥയാണ്. ജസീന അതിൽ കൂടെ എന്നെ നോക്കുന്നുണ്ട്. അയ്യോ, എന്നെ കാണുവാനില്ല എന്നുള്ള രീതിയിൽ പേടിക്കേണ്ട. ജസീന ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സുകളുടെ ഒരു കളിയാണ്. നമ്മുടെ വണ്ടി കേരള RTC വന്നിട്ടുണ്ട്. അതങ്ങോട്ട് കോഴിക്കോട് പോകുന്ന വണ്ടി. ഇവിടെ പിന്നെ കർണാടകേൻ്റെ ഇഷ്ടം പോലെ വണ്ടികൾ, മൾട്ടി ആക്സിലും എല്ലാ സെറ്റപ്പ് വണ്ടികൾ കേട്ടോ. ഈ കർണാടകേൻ്റെ കയ്യിൽ എന്തോരം വണ്ടികളാണെന്നറിയാം. അതായത് പല സെറ്റപ്പിലുള്ള രാജഹംസ, പിന്നെ ജസ്റ്റ് ഐരാവത് ഉണ്ട്, പിന്നെ മൾട്ടി ആക്സിൽ ഐരാവത് ഉണ്ട്. മൾട്ടി ആക്സിൽ ഐരാവതും നോർമൽ ഐരാവതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടി ജസ്റ്റ് ഐരാവതാണ്. ഈ ഇത് എന്ന് വെച്ചാൽ ബേക്കിൽ ഒരു ആക്സിലുള്ളൂ. ഓക്കെ, എന്നാൽ ഐരാവത് മൾട്ടി ആക്സിലിൻ്റെ എന്ന് വെച്ചാൽ ഇതുണ്ടോ, ബേക്കിൽ 2 ആക്സിലുണ്ട്. ഇതുണ്ടോ? അതേപോലെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫുള്ള് സെറ്റപ്പ്, ഡ്രൈവർക്കും കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് എൻട്രി പോയിന്റ് കേരള. വലിയ വ്യത്യാസം സെയിം തന്നെ. ക്ലൈമറ്റും ലാൻഡ്സ്കേപ്പും എല്ലാം സെയിം. ഇവിടെ നമ്മുടെ വണ്ടിയിലേക്ക് അവർ ചെക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ചെക്കിങ്ങിൽ എക്സൈസിൻ്റെ ചെക്കിങ് നടക്കുന്ന വണ്ടിക്കകത്ത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് എൻ്റർ കേരള ഫോറസ്റ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോൽപ്പെട്ട് എത്താനായി. അങ്ങനെ നമ്മൾ മാനന്തവാടി ടൗണിലേക്ക് എത്തുന്നു. നമ്മളിവിടെയാണ് ഇറങ്ങുന്നത്. ആളോട്ട് ചോദിച്ചു പോകണം, ഇവിടെ മൈസൂർ റോട്ടിലാണോ അല്ല ഗാന്ധി പാർക്കിലേക്ക് പോകുമോ. നമ്മുടെ ടൗണായ മാനന്തവാടിയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് നമ്മുടെ ടൗൺ മാനന്തവാടി. നമ്മൾ നമ്മുടെ മാനന്തവാടി ടൗണിൽ വന്നെത്തി. നമ്മൾ വന്ന ബസ്സാണിത്. മാനന്തവാടിയിൽ നിന്ന് ഓട്ടോ വിളിച്ചാണ് വന്നത്. ഓട്ടോ ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ. എന്നെ കാണുന്നുണ്ടാവില്ലായിരിക്കും, ലൈറ്റിൻ്റെ അപര്യാപ്തത മൂലം ഇരുട്ടാണ്, സോറി.